എൻ്റെ വാർഡിലെ ഒന്നാം ബൂത്തിൽ RSRV ഹൈസ്കൂളിൽ നിന്ന് ഒന്നാം ബൂത്തിൽ സ്ഥിരതാമസക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഈ ഹരിദാസൻ, അതുപോലെ മൂകാംബികമ്മ അമ്മ, രേവതി ഭാര്യ. അപ്പോൾ അവർ നിലവിൽ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പഞ്ചായത്തിൽ വോട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ പഞ്ചായത്തിലെ വോട്ടർപട്ടികയിൽ പേര് ചേർക്കുന്ന സമയത്ത് ഇപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള കരട് വോട്ടർപട്ടികയിലും അവരുടെ പേര് നിലവിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ തൃശ്ശൂർത്തി ഇതിലും ഇവിടുന്ന് ഡിലീറ്റ് അടിച്ചിട്ട് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് നമ്മുടെ വോട്ടർപട്ടികയിൽ ഡിലീറ്റ് അടിച്ചിട്ട് അവിടെ കൃത്രിമമായിട്ടുള്ള അഡ്രസ്സ് ഉണ്ടാക്കി ചേർത്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ ഇവിടുന്ന് താമസം മാറ്റുകയോ അല്ലെങ്കിൽ അവരുടെ വീട് പൂട്ടിയിടുകയോ അതൊക്കെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഞാൻ വേലൂർ പഞ്ചായത്തിൽ ഇവിടെ വാർഡിൽ സ്ഥിരം താമസിക്കുന്ന ഒരാളാണ്, പുറത്തേക്ക് പോകുന്ന ഒരാളല്ല. എൻ്റെ ജോലി ബാങ്കിലാണ്, സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലാണ്. ഒരു ദിവസം പോലും ഒരു വീട് പൂട്ടിയിട്ട് പോയിട്ടില്ല. സ്ഥിരമായിട്ട് അവിടെ താമസിക്കുന്ന ആൾക്കാരാണ്. ആൾ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു, ഇപ്പോൾ ഹിറ്റാച്ചി മേടിച്ച് അത് ഉപയോഗിക്കുന്നുണ്ട്. സ്ഥിരം അവിടെ ഞാനും ആളെ ജോലിക്ക് വിളിക്കുന്ന ആളാണ്, നമ്മുടെ വാർഡിലത്തെ പണികളൊക്കെ വിളിക്കുന്ന ആളാണ്, സ്ഥിര താമസക്കാരനാണ്. എനിക്ക് മനസ്സിലാവുന്നത് ആ ലോക്സഭാ ഇലക്ഷനെ തൃശ്ശൂർ വോട്ട് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം വെട്ടിക്കൊണ്ടേ വോട്ട് ചേർത്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഹരിദാസൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ്? ആൾ BJPയുടെ സജീവ പ്രവർത്തനമാണ്. ഇപ്പോഴും BJPയിൽ സജീവമായിട്ട് ആൾക്ക് ചാർജ് ഉണ്ട് ഞാൻ മനസ്സിലാക്കുന്നു. BJPക്ക് വേണ്ടി ആൾ പരിപാടികളൊക്കെ പങ്കെടുക്കുന്ന കാണാറുണ്ട്. BJPയുടെ മുൻനിര പ്രവർത്തനമാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക അങ്ങനെ വല്ലതുണ്ടോ? ആൾ മുമ്പ്, ഇപ്പോഴല്ല, 2002 ടേം മുമ്പാന്ന് മനസ്സിലാക്കുന്നു, പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് BJP അത്ര ശക്തമായിരുന്നില്ല, കുറച്ച് വോട്ടുകൾ മാത്രമേ കിട്ടുള്ളൂ. പഞ്ചായത്തിൽ മത്സരിച്ചിട്ടുണ്ട് ആൾ.